question. Z is equal to f of x plus e raised to y into g of x. ഇതും ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഇതിൽ ഇതുവരെ ചെയ്തതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, രണ്ട് ഫംഗ്ഷൻസ് ആണ് തന്നേക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് വന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. അപ്പം രണ്ട് ഫംഗ്ഷനാണ്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ. അപ്പോൾ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണെന്ന് മനസ്സിലായി. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ ഈ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പം ഇസഡ് ചെയ്യുന്ന സമയത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ z by dou x into f of x plus dou by dou x of e raised to y into g of x. ഈ ഒരു ടേമിൽ വരും. ഇനി ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുക. ഡോ z by dou x is equal to f dash of x plus e raised to y തന്നെയാണ് വരുന്നത്. e raised to y ആണ് വരുന്നത്. e raised to y into ജി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു എക്സിൻ്റെത് 1 ആണ് വരുന്നത്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പി ഇസ് ഇക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഇ റൈസ് ടു വൈ ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ദിസ് ഇസ് ദി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ വൈയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഡോ വൈ ഓഫ് വൈ ആണ്, ശ്രദ്ധിക്കണം, ഇ റൈസ് ടു വൈ ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. പ്ലസ് ഇവിടെ ചെയ്യുന്ന സമയത്ത് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇ റൈസ് ടു വൈ എന്ന് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് വരുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ക്യൂ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ ഇൻറ്റു ജി ഓഫ് എക്സ്. ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോഴും ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാലും ആ ഫങ്ഷൻസ് എലിമിനേറ്റ് ആയി പോകത്തില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏത് ഇക്വേഷൻ എടുത്താൽ നമുക്ക് ഈ ഒരു ഫങ്ഷൻ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്ത് പോകുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് പി ഈസ് ഈക്വൽ ടു 2 ഫംഗ്ഷൻസ് ആണ് അതിൽ കിടക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുമ്പോൾ ആ കൂടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനെ വീണ്ടും y കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അഗൈൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? ഡോ ഇസഡ് ബൈ ഡോ വൈ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഇ റൈസ് ടു വൈ ഇൻറ്റു ജി ഓഫ് എക്സിനെ വീണ്ടും ചെയ്താലും എങ്ങനെ തന്നെയാണ് വരുന്നത്? സെയിം തന്നെയാണ് വരുന്നത്, ഒരു മാറ്റവും ഇല്ല. അപ്പം നമുക്ക് വീണ്ടും എന്ത് കിട്ടി? മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ 2 and 3 കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ RHS സൈഡ് സെയിം ആണ്. സോ RHS സൈഡ് സെയിം ആണ് എങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? RHS സൈഡ് എന്ന് പറയുമ്പം ഇപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷനും ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ സെയിം ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ എഴുതാനുണ്ട്. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടി ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വേണം നമ്മൾ എഴുതേണ്ടത്. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 2, 3 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? ക്യൂ ഈസ് ഈക്വൽ ടു ടി എന്നുള്ള ഫോമിലായിരിക്കും കിട്ടുന്നത്. ക്യൂ ഈസ് ഈക്വൽ ടു ടി. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ടി അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന നമുക്ക് എന്താണ് ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ഫൈനലി ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞു.